ഇന്ത്യയിലെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു വരി പോലും മാറ്റാൻ കഴിയാത്ത ഒരു പാഠപുസ്തകമായി ഉമ്മൻചാണ്ടി ഇന്നും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. രണ്ടനുഭവം ഞാൻ പറയാം. ഒന്ന്, ഞാൻ MLA. എനിക്കന്ന് രാവിലെ 6 മണിക്ക് നെടുമങ്ങാട് നിന്നും കടന്നു പോകണം. ഒരു ചടങ്ങിൽ പങ്കെടുത്ത് 8 മണിക്ക് നടക്കുന്ന ഒരു ശവസംസ്കാരത്തിൽ എനിക്ക് പങ്കെടുക്കണം. ഞാൻ രാവിലെ ഒരു 5-5:30 മണിക്ക് വിളിച്ചില്ല എന്നൊക്കെ വരുത്തി എഴുത്തി വെക്കണം. MLA അല്ലേ. ഞാൻ പോയി കൊണ്ടിട്ട പത്രങ്ങളൊന്നും ഞാൻ വായിച്ചില്ല. സാധാരണ ഞാൻ പത്രങ്ങൾ എടുത്തുകൊണ്ട് പോകും. എൻ്റെ ധൃതിയിൽ ഞാൻ പത്രങ്ങൾ ഒരു 3-4 പത്രങ്ങളെന്ന് MLA എന്നുള്ള നിലയിൽ വീട്ടിൽ വരും. ഇതെല്ലാം കൂടെ വാരി എടുത്തുകൊണ്ടാണ് രാവിലെ MLA ഇറങ്ങിപ്പോകുന്നത്. ഞാൻ ഈ അടക്കം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ എനിക്കൊരു കാൾ മുഖ്യമന്ത്രി വിളിക്കുക, രവി എവിടാ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ചടങ്ങിന് വന്നതാണ്. അതെ, ഞാൻ ആ വീട്ടിൽ വരും കേട്ടോ. രാത്രിയാണ്. ഏത് വീടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നോട് പറയാം. അപ്പം എന്നെ വിളിക്കുന്ന, അപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു വീട്ടിലായിരിക്കുമല്ലോ. എനിക്ക് അങ്ങോട്ട് ഞാൻ പറഞ്ഞു, എത്ര മണിക്ക് എത്തും? അത് രാത്രി ഒരു 10-11 മണിയാണ്. ഞാനിപ്പോൾ കോട്ടയം കഴിഞ്ഞ് പോയിരിക്കുക. വലിയ കഷ്ടമായി പോയി അല്ലേ രവി? 5 കുട്ടികൾ ഒരമ്മയ്ക്ക് ഒരുമിച്ച്. ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഈ കുട്ടികൾക്ക് പാല് വാങ്ങിച്ചു കൊടുക്കാൻ പോലും നിർവാഹമില്ലാതെ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്യുക. എൻ്റെ നിയോജകമണ്ഡലത്തിൽ വെമ്പായത്ത് നന്നാട്ടുകാവിൽ. ആ വീട്ടിൽ പോവുക. രാവിലെ വാർത്ത പുള്ളി വായിച്ചിട്ട് പുള്ളിയെ അന്ന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നൊരു വാർത്ത. ആലോചിച്ചു, ഒരു മുഖ്യമന്ത്രി. അപ്പം ഞാൻ പറഞ്ഞു, അത് വെമ്പായത്താണ്, അറിയാം. ശരിക്കും ഞാൻ ആ വാർത്ത വായിച്ചിട്ടേ ഇല്ല. ഞാൻ തന്നെ പിന്നെ കുറച്ച് നേരം എനിക്ക് ഈ മനുഷ്യനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. 11 മണിയെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എത്തിയവും 12 മണിയായി. ഞാൻ വെമ്പായത്ത് ജംഗ്ഷനിൽ കാത്തു നിന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കൂടെ കയറി. എൻ്റെ വണ്ടി പുറകെ വന്നു. ഞാൻ ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കണ്ട് ഉമ്മൻചാണ്ടി സാധാരണ എത്രയോ നമ്മൾ കാണാത്ത എത്രയോ ഈ മനുഷ്യൻ്റെ ദുരന്തപൂർണമായ കാഴ്ചകൾ കണ്ട നേതാവാണ്. പക്ഷേ എന്നിങ്ങനെ ആ വീടും ആ പരിസരവും കണ്ട് ഈ 5 കുട്ടികളുടെ ഒരേ പ്രസവത്തിലെ 5 കുട്ടികളുടെ അമ്മയെ കണ്ട് കൂടെ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞപ്പോൾ 12:30 മണി കഴിഞ്ഞു. എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് ഈ വീടിനടുത്ത് പോത്തൻകോട് നന്നാട്ടുകാവിനടുത്തുണ്ടെന്ന് പറയുന്നു. അത് ഞാൻ വന്ന് കയറിയപ്പോൾ 1-2 പേര് പറഞ്ഞതാണ്. നാളെ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് നമുക്ക് അവിടെ ഒരു ജോലി കൊടുക്കണം. അന്ന് അതിലും കാണിക്കുന്ന മര്യാദ നോക്കണം. മുഖ്യമന്ത്രിക്ക് ചെയ്യാം. പക്ഷേ സഹകരണ വകുപ്പ് മന്ത്രി അന്ന് MV രാഘവനാണ്. 12:30 മണിക്ക് യാതൊരു ഔചിത്യമില്ലാത്ത കിടന്നുറങ്ങുന്ന സഹകരണ വകുപ്പ് മന്ത്രിയെ വിളിച്ച്, അദ്ദേഹം സീനിയറാണ്, മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി നമ്മുടെ കൂടെ വന്നയാളാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ MVR ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഞാൻ ആ വീട്ടിൽ നിൽക്കുകയാണ്, നമുക്ക് നാളെ മുതൽ അവിടെ ഒരു ജോലി കൊടുത്തുകൂടെ? അപ്പോൾ പുള്ളി ഇങ്ങനെ ചിരിക്കുന്ന ശബ്ദമായിരിക്കും, മുഖ്യമന്ത്രി എന്താ ഇത് എന്നോട് ചോദിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ഇത് ചെയ്തുകൂടെ? അത് ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞോട് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ആ കുട്ടികളുടെ അമ്മയ്ക്ക് അവിടെ ജോലി കൊടുക്കുന്നു. ആ ചിത്രം വലിയ വാർത്തയായി മാറുന്നു. ആ കുട്ടികൾ 5 പേരും പഠിച്ച് മിടുക്കരായി എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് അവരേകദേശം ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോയി. അമ്മ കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്തു, കുറേ കൂടെ പ്രൊമോഷൻ കിട്ടി റിട്ടയർ ചെയ്ത്. ആ റിട്ടയർ ചെയ്ത ആ അമ്മ ഞങ്ങളെയൊക്കെ വന്ന് വിളിച്ചു. ഒരു ചെറിയൊരു ചടങ്ങ് കഴക്കൂട്ടത്ത് വെച്ചുണ്ടായിരുന്നു, അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്.